25 രസീത് കുറ്റികളെ ഉള്ളെങ്കിലും 20 എണ്ണമേ പിരിച്ചിട്ടുള്ളെങ്കിലും പുറത്ത് ആളുകളുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹം കുഞ്ഞികൃഷ്ണൻ കണ്ടുപിടിച്ചു 27-ാം നമ്പർ റസീറ്റും 28-ാം നമ്പർ റസീറ്റുമുണ്ട്. അതായത് 25 രസീത് കുറ്റികളെ ഉള്ളൂ, 20 എണ്ണമേ കൊടുത്തുള്ളൂ. പക്ഷേ ഇതാ പുറത്ത് വേറൊരാളുടെ കയ്യിൽ 27-ാം നമ്പറും 28-ാം നമ്പറും ഉണ്ട്. അതും തെളിവായി വന്നു. അപ്പോൾ ഇതൊന്നും തെളിവല്ലേ? അതോ പാർട്ടി അത് കണ്ടില്ലേ? ഈ വിഷയത്തിൽ എന്താണ് പാർട്ടിക്കുള്ള സമാധാനം? ഇന്ന് തെളിവുകളൊന്നുമില്ലെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഡൊമൈനിലുള്ള കാര്യമാണ്. ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ഈ പറയുന്ന 2021 ആണെങ്കിൽ 2017 ധൻരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പാർട്ടിയുടെ ശക്തിദുർഗമായ പയ്യന്നൂരിൽ രാത്രി 10-നും 10:30-ക്കും ഇടയ്ക്ക് വീട്ടിൽ കയറിയാണ് ധൻരാജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഡിവൈഎഫ്ഐയുടെ നേതാവിനെ വെട്ടിക്കൊല്ലുന്നത്. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായ ഒരു തിരിച്ചടിയൊക്കെ ഉണ്ടാകുന്നു. 1 കോടിക്ക് മുകളിൽ അന്ന് ധൻരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ട പിരിവ് നടന്നു. അതിൻ്റെ കണക്കിങ്ങനെയാണ്: 1,57,000 രൂപ പിരിച്ചു. ഈ തുകയുടെ പലിശ 3,84,000. ആകെ 1,04,00,000 രൂപ വന്നിട്ടുണ്ട്. 1,04,00,000 വീട് പണി, കുടുംബത്തിൻ്റെ കടം, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കുടുംബത്തിലുള്ള സഹായ നിധി, ഇതെല്ലാം ചേർന്ന് 57 ലക്ഷം രൂപയെ ചിലവായിട്ടുള്ളൂ. ആ വീട് പണിയുടെ ചില കുഴപ്പങ്ങളാണ് നേരത്തെ സ്മൃതി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എത്ര ശ്രമദാനം ഉണ്ടായിരുന്നു പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്ന്. പക്ഷേ 34 ലക്ഷം രൂപ അതിന് തന്നെ ആയി എന്ന് പറയുന്നു. അതൊക്കെ പോട്ടെ. പക്ഷേ അപ്പോൾ 57 ലക്ഷം രൂപ മാത്രമേ ചിലവായെങ്കിൽ ബാക്കി 46 ലക്ഷം രൂപ കാണണമല്ലോ. 26,000 രൂപയെ ബാക്കിയുള്ളൂ. ഈ ബാക്കിയുള്ള 46 ലക്ഷത്തിൽ മറ്റ് അല്ലറ ചില്ലറ 40 ലക്ഷം രൂപയെങ്കിലും കാണാനുണ്ട്. ഇതെവിടെ പോയി?